വയനാട്ടിലെ ജനങ്ങൾ കടുവ ആശങ്കയിൽ തന്നെയാണ്. മാനന്തവാടിക്ക് പിന്നാലെ വൈത്തേരിയിലും ഇപ്പൊ കടുവയെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഈ സ്ത്രീയെ ആക്രമിച്ച കടുവയെ വെട്ടിവെച്ച് കൊല്ലുക തന്നെയല്ലേ വേണം? ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇറങ്ങിയ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കടുവയെ വെടിവെച്ച് കൊല്ലുക എന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാന കിണറ്റിൽ വീണപ്പോൾ ആളുകളെ കൂടി അലറിയത് ആ കിണറ്റിലിട്ട് ആനയെ മൂടണം എന്നാണ്. എന്നുവെച്ചാൽ മുൻപില്ലാത്ത തരത്തിലേക്ക് ജനങ്ങൾ ഭയചകിതരായി മാറിക്കഴിയുകയും അവർ വന്യമൃഗങ്ങൾക്കെതിരെ ആയുധമെടുത്ത് തന്നെ പോരാടാൻ തീരുമാനിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു കടുവയെ വെടിവെച്ച് കൊല്ലണം. ഈ രാധ എന്ന് പറയുന്ന സ്ത്രീ ആക്രമിക്കപ്പെടുകയും, അതായത് ഒരു ആദിവാസി സ്ത്രീ ആക്രമിക്കപ്പെട്ടു. രാവിലെ കാപ്പി പറിക്കാൻ പോയാണ് അവരെ അവിടെ നിന്ന് കടുവ വലിച്ച് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് തണ്ടർബോൾട്ടിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരാണ്. മാവോയിസ്റ്റ് മേഖലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ നിരന്തരം അന്വേഷണം നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ വനത്തിൽ ചോരപ്പാടുകൾ കണ്ടപ്പോഴാണ് അതിനെ പിന്തുടർന്ന് ഉൾക്കാട്ടിലേക്ക് എത്തി അവിടെ ഈ സ്ത്രീയുടെ പാതി തിന്ന ശരീരം, കടുവ തിന്നുന്നു മനുഷ്യരെ കേരളം ഞെട്ടിപ്പോയ വാർത്തയാണ് ശരിക്കും. അപ്പോൾ എന്താണ് അതിന് പ്രതിവിധി? അതിന് പ്രതിവിധി സാധാരണ രീതിയിൽ ഈ മൃഗങ്ങളെ ഓടിച്ച് കാട്ടിൻ്റെ ഉള്ളിലേക്ക് വിടുക എന്നൊക്കെ പറയുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ശരിയല്ല എന്ന് ജനങ്ങൾ പറഞ്ഞു. ഇതിന് വെടിവെച്ച് കൊല്ലണം. അവിടെ എത്തിയ ആദിവാസി വിഭാഗത്തിൽ തന്നെ ഉള്ള ഒരു മന്ത്രിയാണ് കേളുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം സർക്കാർ സമ്മർദ്ദം ചെലുത്തി കടുവ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ്. നമ്മളുടെ ഈ വീഡിയോ ഇറങ്ങി കുറേ കഴിയുന്നതിന് മുമ്പ് കടുവ തീർന്നിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കടുവയുടെ ഫോട്ടോ ഏതാണ്ട് പതിഞ്ഞിട്ടുണ്ട്. അത് കടുവയെ പിടിക്കാൻ വെച്ചിരിക്കുന്നതായിട്ടുള്ള കൂടിനടുത്ത് തന്നെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ പരിസരത്ത് എവിടെയെങ്കിലും ഇതുണ്ടാകും. തീർച്ചയായിട്ടും അതിനെ ഉദ്യോഗസ്ഥന്മാർക്ക് വെടിവെച്ച് കൊല്ലാനായിട്ട് കഴിയും. അവർ വെടിവെച്ച് കൊല്ലാനായിട്ട് പ്രാപ്തരാണ്, പക്ഷേ അവരെ അതിനെ അനുവദിക്കാറില്ല. അത് നമ്മളുടെ നിലനിൽക്കുന്നതായിട്ടുള്ള നിയമമാണ്. വന്യജീവികളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമമാണ്. വന്യജീവികളെ സംരക്ഷിക്കണം എന്നുള്ളതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ വന്യജീവികൾ മനുഷ്യരെ കൊല്ലാൻ തുടങ്ങിയത് അപ്പോൾ മനുഷ്യനെ അത് നിങ്ങൾ കൊന്നുള്ളൂ ഞങ്ങളെ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ അക്രമാസക്തനായി മാറിത്തീരുകയും വന്യമൃഗങ്ങളെ കൊല്ലണം എന്ന് പറയുന്ന ഒരു വാശിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു, ഒരു ശാഠ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രപരമായിട്ട് കടുവയ്ക്ക് കടന്നു വരാനായിട്ട് പറ്റുന്ന ഒരു ഇടത്താണ് ഈ എസ്റ്റേറ്റ്. കാരണം അത് റിസർവ് വനത്തിൻ്റെ തൊട്ടടുത്ത്. എനിക്ക് തോന്നുന്നത് സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം റിസർവ് വനത്തിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന സംവിധാനം ഉണ്ടാകാൻ പാടില്ല. മനുഷ്യർ താമസിക്കുന്ന ഭൂഭാഗവും അതേപോലെ തന്നെ റിസർവ് വനവും തമ്മിൽ വലിയ ഒരു വ്യത്യാസം ഉണ്ടാവണം. എന്നുവെച്ചാൽ സാധാരണ നമ്മൾ പറയുന്ന ഒരു ബഫർ റീജിയൻ ഉണ്ടാക്കണം എന്ന് പറയും. ഒരു ബഫർ റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ താമസിക്കുന്ന പ്രദേശവും അതേപോലെ തന്നെ റിസർവ് വനത്തിനും ഇടയിൽ ആർക്കുമില്ലാത്ത തരത്തിൽ എന്ന് വെച്ചാൽ നോമാൻസ് ലാൻഡ് പോലെ ഒരു ഭൂഭാഗം ഉണ്ടാവണം. അപ്പോൾ കടുവകൾക്ക് ഇറങ്ങി വന്ന് നേരിട്ട് ഈ ആളുകൾ താമസിക്കുന്ന ആളുകളുടെ ജീവനെടുക്കുന്നതിന് സഹായകരമായിരിക്കില്ല അന്തരീക്ഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അവിടെയൊക്കെ നല്ല കിടങ്ങളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആളുകൾ സുരക്ഷിതരായിരിക്കും. അത്തരത്തിൽ എന്തെങ്കിലും സുരക്ഷിത സംവിധാനം ഉണ്ടാക്കിയേ പറ്റൂ. കാരണം ഇപ്പോൾ ശരി ഇങ്ങനെ വെടിവെച്ച് കൊല്ലാനായിട്ട് തീരുമാനമെടുത്തത് നല്ലത്, അത് നടക്കട്ടെ, അത് നല്ലതെന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ കടുവയെ വെറുതെ വിടരുത്. ഈ കടുവയെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. കാരണം ഇനിയും അത് മനുഷ്യൻ്റെ രക്തത്തിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞു. ഇനി അത് അടുത്ത ദിവസം അടുത്ത രാധയെ അന്വേഷിച്ച് നടക്കും. പക്ഷെ അതിൻ്റെ ഒരു സ്വഭാവമല്ലേ അത് കാണിച്ചത്? അതിൻ്റെ ജനുവിനായ സ്വഭാവം അതാണ്. പക്ഷേ മനുഷ്യരെ അങ്ങനെ കൊല്ലുന്ന ഒരു അനുഭവത്തിലേക്ക് അത് എത്തുന്നില്ലല്ലോ. കടുവയ്ക്ക് രക്തം ഇഷ്ടമാണ്, മാംസം ഇഷ്ടമാണ്, അതൊക്കെ ശരിയാണ്. അത് മാംസപൂജയാണ്. പക്ഷെ അതിനുള്ളൊരു അവസരം അതിന് സാധാരണ രീതിയിൽ ലഭ്യമല്ല. കാരണം മനുഷ്യർ കടിക്കാൻ അതിന് അവസരം കിട്ടും. ഇപ്പോൾ അത് നാട്ടിലേക്ക് ഇറങ്ങി വന്ന് നാട്ടിലുള്ള മനുഷ്യരെ കഴിച്ചു കൊല്ലാനും തിന്നാനും തുടങ്ങി. അപ്പോൾ ഇനി തുടർന്നാൽ നിരവധി ആളുകളെ അത് കടിച്ച് തിന്നാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അതിൻ്റെ രുചി എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കുന്നതിൻ്റെ പേരിൽ മനുഷ്യനെ അന്വേഷിച്ച്, മനുഷ്യന് മാംസം അന്വേഷിച്ച്, അതിൻ്റെ രക്തം അന്വേഷിച്ച് നടക്കും. അതുകൊണ്ട് അതിനെ തീർത്തിരിക്കണം. ഇവിടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കടുവയോട് മാത്രം മതിയത്, ആനയോട് മാത്രം മതിയാണ് അല്ല, മനുഷ്യന് ഉപദ്രവകരമായിട്ട് വരുന്ന എല്ലാ വന്യജീവികളോടും നമുക്കെടുക്കേണ്ടതായിട്ടുള്ള നിലപാടൊന്നു തന്നെയാണ്. ഒന്നില്ലെങ്കിൽ അവരെ ഇതുമായി വെടിവെച്ച് കൊല്ലുകയോ മറ്റേതെങ്കിലും രീതിയിൽ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ ഉൾക്കാട്ടിലേക്ക് ഓടിച്ചു കളയും. മാത്രമല്ല ജനങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യണം. ഇതിന് സമാനമായ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്താണ്? പേപ്പട്ടികൾ മനുഷ്യരിങ്ങനെ കടിച്ച് കീറിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ പട്ടിസ്നേഹികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, മൃഗസ്നേഹികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നിട്ട് അയ്യോ, പട്ടിനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയും. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നാളൊക്കെ കടുവ സ്നേഹികൾ വരാം. കടുവയെ ഓൾറെഡി വന്നു കഴിഞ്ഞു ചില ആളുകളൊക്കെ. ആൾറെഡി ചില വന്നു കഴിഞ്ഞു. അപ്പോൾ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആളുകൾ ഇത്തരത്തിൽ വരുന്നതായിട്ടുള്ള മൃഗസ്നേഹികൾക്ക് ആളുകളുടെ നിന്ന് അക്രമം കിട്ടാനുള്ള സാധ്യത കൂടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണ്ടേ. പട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് പേപ്പട്ടികളെയൊക്കെ തല്ലിക്കൊല്ലണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അല്ലെങ്കിൽ അതിനെ മരുന്ന് കുത്തിവെച്ച് അതിനെ കൊല്ലേണ്ട ആവശ്യം. അതല്ലാണ്ട് അതിന് സ്വരൂപകാരത്തിന് വിട്ടേ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. ആവശ്യമായ കാര്യങ്ങൾ പട്ടിയുടെ കാര്യത്തിൽ വളർത്തു നായ്ക്കൾ എന്ന് പറയുന്നത് നമുക്ക് അനുവദിച്ചു കൊടുക്കാം. അവർ ആ പ്രത്യേകമായിട്ടുള്ള കണ്ടീഷൻസിൻ്റെ അകത്ത് അതിനെ വളർത്തി അതിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അതിനെ എതിർക്കേണ്ടതില്ല. മറിച്ച് ഇവർ കൊറോണത്തിനൊക്കെ വളർത്തി ഈ തെരുവ് നായ്ക്കളൊക്കെ അതിനെ മാറ്റി തെരുവ് നായ്ക്കളൊക്കെ പേപ്പട്ടികളായി മാറി ആളുകളൊക്കെ അടിച്ചു കൊല്ലാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? നേരത്തെ പഞ്ചായത്തിനൊക്കെ ഈ പട്ടികളെ പിടിച്ച് കൊല്ലാനായിട്ടുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. ആ അധികാരം മേനകാ ഗാന്ധി വന്നതിന് ശേഷമാണ് റദ്ദ് ചെയ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നത് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. നേരത്തെ ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ സംവിധാനങ്ങൾ പോലും ഉണ്ടായിരുന്നു. അതായത് ഈ തെരുവ് പേപ്പട്ടികളെ വന്ധ്യതീകരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതാതായ സെന്റേഴ്സിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്ര രൂപ ലഭിക്കുമെന്ന് പറഞ്ഞു. ശരിയാണ്, അത് നല്ലതാണ്. പക്ഷെ അതൊക്കെ എവിടെ നടക്കും? ജില്ലാ ഭരണകൂടം, ചില ജില്ലാ ഭരണകൂടമൊക്കെ പ്രായോഗിക ജീവിതത്തിൽ അതൊക്കെ അത്ര ഭംഗിയായിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിൽ. കാരണം നമുക്ക് മനുഷ്യർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇവിടെ ലഭ്യമല്ല. അതിനിടയ്ക്കാണ് ഇങ്ങനെ മൃഗങ്ങളെ, അതായത് പെറ്റ്സിനെ വളർത്തി പോഷിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനവും സർക്കാർ ചെലവിൽ തന്നെ ചെയ്യുക എന്ന് പറയുന്നത് നല്ല തീരുമാനങ്ങളൊക്കെയാണ്. വന്ധ്യംകരിച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കട്ടെ. പക്ഷെ അത് സംഭവിക്കുന്നില്ല പൂർണ്ണമായിട്ട്. ഓരോ ദിവസം ചെല്ലുന്നവരും തെരുനായകൾ കൂടിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ശല്യം നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിരന്തരമായിട്ട് മലയോര പ്രദേശങ്ങളിൽ ഈ വന്യജീവി ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചെറിയ നമ്മളെ ഈ സമീപ വർഷങ്ങളിൽ തന്നെ ഈ ജനവാസ മേഖലകളിൽ ആന പോലുള്ള സാധനങ്ങൾ ഇറങ്ങുന്നതൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കൃത്യമായിട്ട് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പോരായ്മ തന്നെയല്ലേ? എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും? പരിഹാരം കണ്ടെത്തേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ജനുവരിയാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളെന്ന് പറഞ്ഞാൽ കൂടുതൽ ഉഷ്ണമാസങ്ങളാണ്. കാട്ടിൽ ജലം ലഭ്യമല്ലാത്ത സാഹചര്യം വരും. അതേപോലെ തന്നെ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കിട്ടാനുള്ള സാധ്യതകൾ കുറയും. അവർ നാട്ടിലേക്ക് ഇറങ്ങും. ആനകൾ മാത്രമല്ല, ഒട്ടുമിക്ക കാട്ടുമൃഗങ്ങളും കാട്ടിൽ അലഞ്ഞു നടക്കാനായിട്ടുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രിക്വേഷൻ ആവശ്യമാണ്. ആ പ്രിക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യണം? ആളെ കൊന്നതിന് ശേഷം കടുവയെ കൊന്നിട്ട് എന്താ കാര്യം? ആളെ കൊല്ലുന്നതിന് മുമ്പ് കടുവയെ കൊല്ലാൻ പറ്റണം, അല്ലെങ്കിൽ കടുവയെ ഓടിച്ചു കളയാനായിട്ട് കഴിയും. അതാണ് ശരിയായിട്ടുള്ള രീതിയിൽ ജനസംരക്ഷണം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരാളെ കൊന്നു എങ്കിലും ആ കടുവയെ കൊന്നുകളയാം എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കിയിട്ട് കാര്യമില്ല. കടുവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഡ്രോണും മറ്റുമൊക്കെ ഉപയോഗിച്ച് അതിനുള്ള സംവിധാനം ഉണ്ടാക്കും. കുങ്കിയാനകളുടെ ഒക്കെ സഹായത്തോടു കൂടി ഈ കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് അതിപ്പോ ഇങ്ങനെ ഒരു മരണം സംഭവിച്ച അല്ലെങ്കിൽ കൊല നടന്നതിന് ശേഷമാണല്ലോ, കൊന്ന് തിന്നതിന് ശേഷമാണല്ലോ. അതിക്ക് മുമ്പ് അതിനുള്ള സംവിധാനം, സ്ഥിരമായിട്ടുള്ളൊരു വാച്ചിങ് സംവിധാനം, വാച്ച് ടവറുകളൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്. അതെവിടെയൊന്നും ഈ ഉദ്യോഗസ്ഥന്മാരൊന്നും മര്യാദക്ക് പോയിരുന്നത് വാച്ച് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. വനപാലകർ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ശമ്പളം കൊടുത്ത് അവരെ നടത്തിയിട്ട് എന്താ കാര്യം? അപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ മുഖ്യ ചുമതലകളിലൊന്ന് ഇതായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ രാഷ്ട്രീയ വിഷയമായി മാറും. രാഷ്ട്രീയ വിഷയമായിട്ട് മാറുമെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രതിപക്ഷം മലയോര ജാഥ എന്ന് പറഞ്ഞൊരു ജാഥ തുടങ്ങിയിരിക്കും. മൃഗങ്ങളെയോ അതേപോലെ തന്നെ നമ്മളീ പറയുന്നതായിട്ടുള്ള വിഷയപരിഹാരത്തിന് വേണ്ടിയിട്ടല്ല, സർക്കാരിന് ഒരു ഘോഷയാത്ര. ആ ഘോഷയാത്രയോട് തങ്ങൾക്ക് വോട്ട് കിട്ടുക എന്നുള്ളതാണ് അവരുടെ അന്വേഷണം. സർക്കാരിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വെറുതെ വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രക്രിയയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ നാടകങ്ങൾ മാത്രമാണ് നാട്ടിൽ നടക്കുന്നത്. നാടകങ്ങളൊക്കെ അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് ശരിയായിട്ടുള്ള സംരക്ഷണം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് സർക്കാരും പ്രതിപക്ഷവും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എത്തിച്ചേരുന്നാൽ മാത്രമാണ് ഇത്തരം പ്രശ്നം. കാരണം ഇത് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല. ചുവപ്പ് കാണിച്ചതിൻ്റെ പേരിലോ പച്ച കാണിച്ചതിൻ്റെ പേരിലോ ഒന്നും തീരുന്ന, അല്ലെങ്കിൽ കാവ്യ കാണിച്ചതിൻ്റെ പേരിൽ തീരുന്ന പ്രശ്നമല്ല. നിറം കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമല്ല. ഇപ്പൊ ചില മനുഷ്യസ്നേഹികൾ വന്നിട്ട്, മൃഗസ്നേഹികൾ വന്ന് പറയുന്നത്, എന്തിനീ കടുവയെ കൊല്ലുന്നു?
അതിനോട് അല്പമെങ്കിലും ദയയും ദാക്ഷിണ്യൊക്കെ കാണിച്ചൂടെ? അതിനെ വല്ല സൂവിലും കൊണ്ടുപോയി അവിടെ പിടിച്ചു കെട്ടിയാൽ പോരെ? എന്തിനാണ് കൊല്ലേണ്ട ആവശ്യം? അല്ല, ഇത് ഇപ്പോൾ നമുക്ക് ഒരു തരത്തിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനെ കൊന്നില്ലെങ്കിൽ ഇത് കൂടുതൽ ആളുകളെ കൊല്ലാൻ ഉള്ള ഒരു ടേസ്റ്റിലേക്ക് പോകും. അതിൻ്റെ ട്രെൻഡ് അതായിട്ട് മാറും. കാരണം എന്ന് വെച്ചാൽ ഒരെണ്ണത്തിനെ കൊന്നു തിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മൃഗങ്ങളുടെയൊക്കെ അതിൻ്റെ സ്വാഭാവികമായ ശീലങ്ങളെന്ന് പറയുന്നത് കടുവയുടെ നമുക്കറിയാം, അത് മാംസഭോജിയാണ് എന്നെല്ലാവരും പറയുന്ന നരഭോജികളാണല്ലോ ഇത്. അപ്പോൾ മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ അത് തിന്നും. ഒരെണ്ണത്തിനെ തിന്നാൽ അതിൻ്റെ രുചി കൂടും, വീണ്ടും തിന്നാനായിട്ടുള്ള ആഗ്രഹം വർദ്ധിക്കും, വീണ്ടും അത് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലത്തൊക്കെ അതുകൊണ്ടുള്ള പൊതുവിധേന കൊല്ലൽ മാത്രമാണ്. അതുകൊണ്ട് കൊല്ലട്ടെ, മൃഗസ്നേഹികൾ അവരുടെ ആ കാര്യത്തിലുള്ള സങ്കടവും ദുഃഖമൊക്കെ കരഞ്ഞു തീർക്കട്ടെ. അതിൽ കൂടുതൽ നമുക്ക് അവരോടൊന്നും പറയാനില്ല. കാരണം അതങ്ങനെ ഇതൊക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മൃഗങ്ങളെ സ്നേഹിക്കാം, പക്ഷേ മൃഗങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മനുഷ്യ ഉപദ്രവിക്കാൻ പാടില്ല. ആ ഒരു കണ്ടീഷനിൽ മാത്രമാണ് മൃഗസ്നേഹത്തിന് പ്രസക്തിയുള്ളൂ. അതല്ലെങ്കിൽ അത് വളരെ അസംബന്ധമായിട്ടുള്ള ഒരു സ്നേഹം മാത്രമായിട്ട് മാറിത്തരും. അതെ, മനുഷ്യ സ്നേഹത്തിന് അപ്പുറം മൃഗസ്നേഹം കടന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കേന്ദ്രീകരിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ ആന്ത്രപ്പോസെൻട്രിക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആന്ത്രപ്പോസെൻട്രിക്കാണ് നമ്മളൊക്കെ. ഞാൻ അങ്ങനെയാണ്, ഗൗതം അങ്ങനെയാണ്, അതേപോലെ തന്നെ ഇത് കേൾക്കുന്ന ആളുകളൊക്കെ അങ്ങനെയാണ്. നമ്മളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ ഘടകങ്ങൾ മാത്രമായിട്ടാണ് നമുക്ക് പലപ്പോഴും മനുഷ്യർ കൂടാതെയുള്ള എല്ലാ ജീവജാലങ്ങളും വരുന്നത്. അപ്പോൾ അത് ആ രീതിയിലൊരു ബാലൻസറായ ഒരു സമീപനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.